സംസ്ഥാന സർക്കാരിൻ്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച പരിപാടികളുടെ ഭാഗമാണ് നമ്മുടെ ഇന്നത്തെ ഈ പരിപാടി. നമുക്കറിയാം, 2021 മെയ് മാസത്തിലാണ് ഇപ്പോഴുള്ള സർക്കാർ അധികാരത്തിൽ വരുന്നത്. അതിൻ്റെ 4ാം വർഷം പൂർത്തിയാകും. എന്നാൽ യഥാർത്ഥത്തിൽ 2021 മെയ്യിൽ വന്ന ആ ഗവൺമെൻറ് അതിനു മുൻപുള്ള ഗവൺമെൻറ്റിൻ്റെ തുടർച്ച എന്ന നിലക്ക് കേരളത്തിലെ ജനങ്ങൾ കേരളത്തിൻ്റെ സമീപകാല ചരിത്രം തിരുത്തിക്കൊണ്ട് തുടർ ഭരണം LDFന് സമ്മാനിച്ചതായിരുന്നു. അങ്ങനെ നോക്കിയാൽ 2016 മെയ്യിൽ അധികാരത്തിൽ വന്ന LDF സർക്കാർ, അപ്പോൾ LDF സർക്കാരിൻ്റെ തുടർച്ചയായ ഭരണത്തിൽ 9 വർഷം കേരളം പിന്നിടുന്നു. 10ാമത്തെ വർഷത്തിലേക്ക് കടന്നു. ഈ പരിപാടിയുടെ ഭാഗമായി എല്ലാ ജില്ലകളിലും പ്രഭാത യോഗം എന്ന നിലക്ക് ഒരു പരിപാടി വെച്ചിരുന്നു. അതിൽ ജില്ലയിലുള്ള വിവിധ തുറകളിൽപ്പെട്ടവർ പങ്കെടുക്കുന്ന നിലയാണുണ്ടായത്. അതിപ്പോൾ 11 ജില്ലകളിൽ നടന്നു കഴിഞ്ഞു. ആ പരിപാടി നല്ല പങ്കാളിത്തമാണ് എല്ലായിടവും കണ്ടത്. ഇതിനിടക്ക് നമ്മുടെ രാജ്യം ഒരു പ്രത്യേക അവസ്ഥയിലായപ്പോൾ പരിപാടിക്കൊരു ഇടവേള വേണ്ടി വന്നു. ഒരു ഘട്ടത്തിൽ 4ാം വാർഷികാഘോഷത്തിൻ്റെ ഭാഗമായുള്ള എല്ലാ പരിപാടികളും മാറ്റിവെക്കുന്നുവെന്ന് പ്രഖ്യാപിക്കേണ്ടി വന്നു. പക്ഷെ അതിവേഗം നമ്മുടെ രാജ്യം സാധാരണ സാഹചര്യത്തിലേക്ക് വന്നപ്പോൾ പഴയ പരിപാടികൾ നിശ്ചയിച്ച രീതിയിൽ തന്നെ നടക്കട്ടെ എന്ന നിലപാടെടുത്തു. മാറ്റിവെക്കപ്പെട്ട പരിപാടികളിൽ ഒരു ജില്ലയിലെ പ്രഭാത യോഗവും വൈകുന്നേരത്തെ റാലിയും ഇതുപോലുള്ള സംസ്ഥാനതല പരിപാടിയിൽ 2 എണ്ണവും മാറ്റിവെക്കേണ്ടി വന്നു. അത് ഈ ഘട്ടത്തിൽ തന്നെ നടത്തി തീർക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ സംസ്ഥാനത്ത് നല്ല രീതിയിലുള്ള പങ്കാളിത്തമാണ്. ഇന്നലെ സമൂഹത്തിലെ വിവിധ തുറകളിൽ പ്രവർത്തിക്കുന്ന പ്രൊഫഷണലുകളുടെ ഒരു സംഗമം ഉണ്ടായിരുന്നു. അതിൽ ശാസ്ത്രജ്ഞർ, പണ്ഡിതർ, വിവിധ തുറകളിലുള്ള അക്കാഡമിഷ്യൻസ്, പ്രൊഫസർമാർ, എഞ്ചിനീയർമാർ, ഡോക്ടർമാർ, അങ്ങനെ വിവിധ തുറകളിലുള്ള പ്രൊഫഷണലുകളായിരുന്നു ഇന്നലത്തെ യോഗത്തിൽ പങ്കെടുത്തത്. ഇന്നിപ്പോൾ സംസ്ഥാനത്തെ വളരെ പ്രധാനപ്പെട്ട ഒരു പരിപാടിയാണ് നടക്കുന്നത്. പക്ഷേ ഈ സ്ഥലത്തിന് ചെറിയ പരിമിതി ഉണ്ടായി. ഈ
ഇപ്പോഴത്തെ കാലത്ത് ഹോളൊക്കെ കിട്ടാനുള്ള പ്രയാസം കാരണം വലിയ സൗകര്യമുള്ള ഹോൾ ലഭ്യമായില്ല. അതാണ് ഇവിടെ പലരും ഈ ഹാളിൽ നിൽക്കേണ്ടി വരുന്നത്. ഇത്രയോ ഇതിലധികമോ ആളുകൾ ഹാളിന് പുറത്തുണ്ട് എന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെ അതിനെ പറ്റിയൊരു ക്രമീകരണം സംഘാടകർ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ നാം പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൻ്റെ ഉന്നമനത്തിനായി കുറേ നടപടികൾ സ്വീകരിക്കുന്നുണ്ട്. ഇനിയും എന്തെല്ലാം നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്, ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ അധ്യക്ഷൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ഇതുപോലൊരു യോഗം ചേർന്ന കാര്യം. ആ യോഗത്തിൽ ക്രിയാത്മകമായ ഒട്ടേറെ നിർദ്ദേശങ്ങൾ ഉയർന്നു വന്നിരുന്നു. അതിൽ ഭൂരിഭാഗവും നടപ്പാക്കാനുള്ള നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ തുടർച്ചയായാണ് ഈ യോഗത്തെ നാം കാണേണ്ടത്. സർക്കാരിൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചാൽ നമ്മുടെ സംസ്ഥാനത്ത് തുടങ്ങിവെച്ച പല പദ്ധതികളും പൂർത്തീകരണത്തിൻ്റെ ഘട്ടത്തിലേക്ക് നീങ്ങുന്ന ഘട്ടമാണ്. ഇതിൽ ഒരു പ്രത്യേകത LDF സർക്കാരിനുണ്ടായത്, തെരഞ്ഞെടുപ്പിൽ പ്രകടന പത്രികയുടെ ഭാഗമായി ജനങ്ങളുടെ മുന്നിൽ നൽകിയ വാഗ്ദാനം അതെത്ര കണ്ട് നടപ്പാക്കുന്നുണ്ട് എന്നത് ഓരോ വർഷവും ജനങ്ങളെ അറിയിക്കുന്നുണ്ടായിരുന്നു. പാർലമെന്ററി ജനാധിപത്യം നിലനിൽക്കുന്ന നമ്മുടെ രാജ്യത്തൊരിടത്തും അത്തരമൊരു പദ്ധതി നടപ്പാക്കുന്നുണ്ടായിരുന്നില്ല. ലോകത്തെവിടെയെങ്കിലും ഇങ്ങനൊരു സമ്പ്രദായമുണ്ട് എന്ന് നമുക്കറിയില്ല. ഏതായാലും തെരഞ്ഞെടുപ്പിൻ്റെ ഘട്ടത്തിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ എത്ര കണ്ട് നടപ്പാക്കാൻ കഴിഞ്ഞു എന്നത് അറിയാനുള്ള അവകാശം ജനങ്ങൾക്കുണ്ട് എന്നതാണ് LDF കണ്ടത്. അതിൻ്റെ ഭാഗമായാണ് അത്തരമൊരു നടപടി സ്വീകരിച്ചത്. അതിന് നല്ല പുരോഗതി പൊതുവെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് കാണാൻ കഴിയുക. ഇപ്പോൾ 2016 തൊട്ട് 21 വരെയുള്ള ഗവൺമെൻറ് 600 വാഗ്ദാനങ്ങളാണ് ജനങ്ങളുടെ മുന്നിൽ നൽകിയിരുന്നത്. ഓരോ വർഷവും പ്രോഗ്രസ് റിപ്പോർട്ട് അവതരിപ്പിച്ച് അവസാന വർഷമായപ്പോൾ 2021 ഈ 600 ഏതാനും ചില വിരലിലെണ്ണാവുന്നവയൊഴിച്ച് ബാക്കി മുഴുവൻ നടപ്പാക്കി എന്താണ് നമുക്ക് കാണാൻ കഴിയും. ഇതൊരു പുതിയ രീതിയായിരുന്നു.